കൊല്ലം MLA നിങ്ങൾ മാറ്റി നിർത്തിയില്ല എന്ന് മാത്രമല്ല, കൊല്ലം പാർലമെന്റിലേക്ക് അയാളെ ആനയിച്ചു കൊണ്ടുവന്ന് മത്സരിപ്പിച്ചു. കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ അയാൾക്കെതിരെ ആരോപണം ഉയർന്നപ്പോൾ അതിന് ഉത്തരം പറയാൻ പോലും പറ്റിയില്ല. ഷാനിബേ, നിങ്ങളുടെ സഹാക്കളോട് ഉത്തരം പറയാൻ പറ്റാത്ത നിങ്ങൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് അയാളെ മാറ്റി നിർത്തി. ഞങ്ങൾക്ക് പറയാം യൂത്ത് കോൺഗ്രസിലെ സഹപ്രവർത്തകരോട്, ആ കമ്മിറ്റിയിലെ ജനറൽ സെക്രട്ടറിയാണ് ഞാൻ, എനിക്ക് പറയാം എൻ്റെ സഹപ്രവർത്തകരോട്, നമ്മൾ അയാളെ മാറ്റി നിർത്തി. നിങ്ങൾ സഹാക്കളോട് പറയാൻ പറ്റുമോ? എവിടെയാ പറയാൻ പറ്റുന്നത്? പി ശശിക്കെതിരെയുള്ള ആരോപണം എന്താണെന്ന് ഷാനിബിന് അറിയാമോ? ഞാൻ വ്യക്തിപരമായി ഷാനിബിനെ ആരോപിക്കുന്നില്ല. ഷാനിബ് അവിടെ ചെന്നിട്ട് കുറച്ചേ ആയുള്ളൂ, അതുകൊണ്ട് അറിയാത്തത്. അതിന് മുമ്പ് ഈ ആരോപണം ഉണ്ടാവുന്നത്. നിങ്ങളിപ്പോ രണ്ടാം ഘട്ട നടപടിയുടെ കാര്യം പറയുന്നു, നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെ കേൾക്കാൻ പോകുന്ന കാര്യം പറയുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെ കേൾക്കുക, ഇരകളെ കേൾക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഒരു നടപടിക്രമമാണല്ലോ. അതിനൊരു കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ഒക്കെ വേണം. എന്താണ് അതിനു വേണ്ടി ചെയ്തിട്ടുള്ള കാര്യം? കമ്മിറ്റി ഉണ്ടാക്കിയോ, അല്ലെങ്കിൽ ഒരു അന്വേഷണ സമിതിയെ രൂപീകരിക്കുകയോ മറ്റോ ചെയ്തോ? എന്തെങ്കിലും ചെയ്തോ? അല്ല ശ്രീ നിഷാദ്, നോക്കൂ, ഞാൻ വളരെ കൃത്യമായി പറഞ്ഞു, ഞങ്ങൾ അന്വേഷണ കമ്മീഷനെ അല്ല വെക്കുന്നത്, പാർട്ടിയാണ് കേൾക്കുക. പാർട്ടി കേൾക്കുക എന്ന് പറഞ്ഞാൽ ആയതുമായി ബന്ധപ്പെട്ട് PCC അധ്യക്ഷനും CLP ലീഡറും നിർദ്ദേശിക്കുന്ന 2 പേർ അല്ലെങ്കിൽ 3 പേർ അവരുണ്ടാകും, ഹൈക്കമാൻഡ് പ്രതിനിധി ഉണ്ടാവും, അവരത് കേൾക്കും. രാഹുലിനെ മാത്രമല്ല കേൾക്കുക, പരാതി പറയാൻ ആരുണ്ടോ അവരെ എല്ലാം കേൾക്കും. പരാതിയുമായി ഇപ്പൊ ആരും പരസ്യമായി രംഗത്ത് വന്നിട്ടില്ലല്ലോ. അല്ല, പരാതിയുമായി ആരും ഇപ്പോൾ പരസ്യമായി രംഗത്ത് വന്നിട്ടില്ല. രാഹുൽ ആവട്ടെ അദ്ദേഹത്തിനെതിരെ വരുന്ന ആരോപണങ്ങളെ നിഷേധിക്കുകയും ചെയ്യുക എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് അഗ്നിശുദ്ധി വരുത്താമോ ആ വഴിക്ക്? ഇല്ല നിഷാദ്, അതുകൊണ്ടാണ് അതാണ് ഞാൻ പറഞ്ഞു വന്നത്, അങ്ങ് ഇടപെട്ടിട്ടുള്ളതാണ്. ഇനി പരാതിയുമായി ആരും വന്നില്ല എന്നിരിക്കട്ടെ, ഒരു റിട്ടേൺ പരാതി പോലും ഞങ്ങളുടെ മുമ്പിൽ ഇല്ലല്ലോ, ഇനി ഇല്ലാന്നും ഇരിക്കട്ടെ. നിങ്ങളടങ്ങുന്ന മാധ്യമങ്ങൾ, ജനാധിപത്യത്തിന്റെ 4ാം തൂൺ, നിങ്ങൾ ഉയർത്തിയിരിക്കുന്ന ചില ആരോപണങ്ങളുണ്ടല്ലോ, നിങ്ങൾ പുറത്തുവിട്ടിരിക്കുന്ന ചില ഡേറ്റകളുണ്ടല്ലോ, ചില വോയിസ് ക്ലിപ്പുകളുണ്ടല്ലോ, അതും ഞങ്ങൾ പഠിക്കും. ആയുധമായി ബന്ധപ്പെട്ട് രാഹുലിന്റെ നിലപാട് ആരായും, ആയുധമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ഒരു പാർട്ടി എന്ന നിലയിൽ ഞങ്ങൾക്ക് പാർട്ടി കോടതിയില്ല, ഞങ്ങൾക്ക് അന്വേഷണ കമ്മീഷനില്ല, ഞങ്ങൾക്ക് പോലീസില്ല, ആരാചാരില്ല, ഒന്നുമില്ല. പക്ഷേ ഒരു പാർട്ടി എന്ന നിലയിൽ ഞങ്ങൾക്ക് നടത്താൻ പറ്റുന്ന അന്വേഷണം നടത്തും. ആയുധമായി ബന്ധപ്പെട്ട നിലപാട് ഞങ്ങൾ വ്യക്തമാക്കും, നടപടി ഉണ്ടാകും. ആ നടപടി ഞാൻ പറഞ്ഞല്ലോ, ഈ വിഷയങ്ങളെല്ലാം തെളിവാക്കപ്പെട്ട് കഴിഞ്ഞാൽ കൃത്യമായ നടപടി അത് കോൺഗ്രസ് പാർട്ടി എടുക്കും. അത് നാളുകളിൽ ചരിത്രത്തിൽ നിങ്ങൾക്ക് ഇപ്പോഴല്ല, ഒരു 2-3 ആഴ്ച കഴിഞ്ഞ് നിഷാദിന് ഈ CPM-കാരോട് പറയാം, നോക്കൂ കോൺഗ്രസ് എടുത്ത നടപടി കണ്ടല്ലോ, നിങ്ങൾ ഇങ്ങനെ എടുക്കൂ എന്ന് പറഞ്ഞ് ക്ലാസ്സായി പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു നടപടി കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടാവും. അത് ഞാൻ വളരെ കൃത്യമായി വീണ്ടും പറയുന്നു, അത് രാഹുലിനെതിരെ നടപടി ഉണ്ടാകുമെന്ന് പറഞ്ഞ് നിങ്ങൾ മറ്റേ കാർഡ് കൊടുക്കരുത്. രാഹുലിനെതിരെ നടപടി ഉണ്ടാകുമെന്നല്ല, രാഹുലിനെയും കേൾക്കും, പരാതിക്കാരെയും കേൾക്കും. പരാതിക്കാരില്ലെങ്കിൽ ഇപ്പോൾ എയറിൽ നിൽക്കുന്ന പരാതികളുണ്ടല്ലോ, അതും പരിഗണിക്കും, അതും പഠിക്കും. എന്നിട്ട് ഒടുക്കം പാർട്ടി ഒരു നിലപാടെടുക്കും. ആ നിലപാടിനൊപ്പം ഏറ്റവും അവസാനത്തെ പ്രവർത്തകർ വരെ ഉണ്ടാകും. പക്ഷെ ഞങ്ങൾ ഒരു കാര്യം ഉറപ്പിച്ചു പറഞ്ഞേക്കാം, മുകേഷിനെ സംരക്ഷിച്ച് ലോക്സഭയിലേക്ക് വിട്ട CPM ആവില്ല.